അത് തെറ്റാണെന്ന് പറയും, നിയമ നടപടി എടുക്കുമെന്ന് പറയുന്നത് ആവട്ടെ എന്തായാലും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാലി വിൻസെൻ്റ് പ്രതിയായത് ഈ നിയമോപദേശം കൊടുത്തതിൻ്റെ പേരിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നിയമോപദേശം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ പ്രതിയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിയായിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ എന്തോ ഒരാൾ പ്രതിയാക്കണമെങ്കിൽ അതുവരെ അന്വേഷണങ്ങളൊക്കെ ആവും, അതും അവരുടെ പങ്കാളിത്തം കാണിക്കാവുന്ന എന്തെങ്കിലും ഉണ്ടാകണം. അതിവിടെ ഇപ്പം അതിപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അനന്തകൃഷ്ണനെ നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ കുട്ടി പ്രതിയെ ബലിയാടായി എന്നൊക്കെ പറയുമ്പോൾ അനന്തകൃഷ്ണൻ 400 കോടി ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ച് ഏതാണ്ട് 400, പോലീസ് പറയുന്നത് അതിനേക്കാൾ കൂടാന്നുള്ളതാണ്. പരാതിക്കാരുടെ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ മോൻസൺ മാവുങ്കലൊക്കെ ചെയ്തതിനേക്കാൾ ഭീകരമായ തട്ടിപ്പായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിന് ഈ കാര്യം താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതിനൊരു മറുപടി പറഞ്ഞില്ല. ഇങ്ങനെ പകുതി കാശിന് ഈ സ്ഥാപനങ്ങൾക്ക്, ഈ സ്കൂട്ടറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പകുതി കാശിന് ഇത് കൊടുക്കാൻ പറ്റുമോ? ബാക്കി CSR ഫണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതല്ല, മറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങിയിട്ട് ജനങ്ങളെ സേവിക്കണം. അത് ഇതുവരെ കൊടുത്തില്ല എന്നുള്ള തട്ടിപ്പാണ് ഇത്രയും കാലമായി നടന്ന തട്ടിപ്പിൻ്റെ. അല്ലേ സജീവൻ സാറേ, ഈ പകുതി ആളുകളിൽ നിന്ന് വാങ്ങുക, പകുതി CSR ഫണ്ട് സംഘടിപ്പിക്കുക, അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഫണ്ട് റിലീസിങ് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടോ? ഒരിക്കലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? CSR ഫണ്ട് സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് അവർ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ CSR ഫണ്ട് കൊടുക്കുന്ന ധാരാളം സ്ഥാപനം അവർ പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇന്ന കാര്യങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയും. ഇപ്പം ഇവിടെ മലബാർ ജ്വല്ലറി അവരുടെ CSR ഫണ്ടാണ് പ്രധാനമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് അവരുടെ ഓഫീസിൽ വെച്ചിട്ട് അവരുടെ ആളുകളെ വിട്ട് പരിശോധിപ്പിച്ചാണ് ചെയ്യുന്നത്. അതേപോലെ ധാരാളം, ഞാനൊരു പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആ സ്ഥാപനമാണ് CSR ഫണ്ടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അല്ലാതെ ഇപ്പോൾ ഞാൻ വേണുവിൻ്റെ കയ്യിൽ കുറേ CSR ഫണ്ടുണ്ട്, അത് എനിക്ക് തന്നിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തോളൂ എന്നാൽ അത് അക്കൗണ്ടബിൾ ആവില്ലല്ലോ. നിങ്ങളുടെ ഈ കാശ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതിന് ഒരു കണക്ക് വെക്കേണ്ടേ? അതില്ലാതെ വാരിക്കോരി അനന്തകൃഷ്ണനോ അനന്തകുമാറിനോ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കേൾവിയില്ലാത്ത കാര്യം. എന്ന് മാത്രമല്ല, അങ്ങ് ശ്രദ്ധിച്ചോ, ഈ കോൺഫെഡറേഷൻ എന്തിനാണ് ഈ NGOs കോൺഫെഡറേഷൻ ഉണ്ടാക്കുന്നത്? ഇത് ചിഹ്ന ഭിന്നമായി പോകരുത്, വലിയൊരു ഈ പറയുന്ന ചക്രക്കുടമാണിത്. അവിടെ എല്ലാവരും കൂടെ കൈയിട്ട് വാരിയത് അലമ്പാക്കാതെ ഇതെല്ലാം കൂടെ കേന്ദ്രീകരിക്കുക, ഈ ഫണ്ട് വരുന്നതിൻ്റെ രീതികളും അത് സ്വായത്തമാക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഏതാനും ആളുകൾ പല ദിക്കുകളിലായി നിന്ന് പ്രവർത്തിക്കാതെ ഒരു കോൺഫെഡറേഷനായി നിൽക്കുന്നു. പിന്നെ അതിനകത്ത് അടിപൊട്ടുകയാണ്, അതിനകത്ത് അടിപൊട്ടുന്നു. കാരണം ഇപ്പോൾ ലാലി വിൻസെൻ്റ് തന്നെ പറയുകയുണ്ടായി, ഒരു വർഷം കൂടെ ആ ബലിയാടായിപ്പോയ പയ്യനുണ്ടല്ലോ, അയാൾക്കൊരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഏതാണ്ട് 25ഓളം NGOകൾക്ക് ഈ പറയുന്ന പണം കിട്ടിയിട്ടുണ്ട്, CSR ഫണ്ട്. 50ഓളം NGOകൾക്ക് കിട്ടിയിട്ടില്ല, അതുകൂടെ കിട്ടുമായിരുന്നു. ആ പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൻ തുക ഈ ആളുകളെ കണ്ണിൽ പൊടിയിടാനായിട്ട്, ഈ പാവങ്ങളുടെ ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കരണം എന്നാണ് ശ്രീമതി ലാലി വിൻസെൻ്റ് അതിനെ വിശേഷിപ്പിച്ചത്. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഈ പണം മുഴുവൻ മറ്റാരുടെ കൈകളിലേക്ക് പോകാതെ പിടിച്ചെടുക്കുക എന്നതല്ലേ? അത് പാവപ്പെട്ട ആളുകളുടെ മുഖവും വെച്ചുകൊണ്ടാണോ അല്ലയോ? അല്ല, അത് മാത്രമല്ല, വീണ് പറഞ്ഞതിനൊക്കെ അപ്പുറത്തൊരു കാര്യമുണ്ട്. ഈ കോൺഫെഡറേഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത് ഇത് പല ആളുകളിലേക്ക് പോകുന്നതിന് തടയാന്നല്ല, അവരുടെ ഒന്നും പിന്നെ എതിർപ്പില്ലാതെ തന്നെ കോൺഫെഡറേഷൻ എല്ലാവരുടെയും കൂടിയാണ്. കേരളത്തിലെ മുഴുവൻ ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഇത് കൈകാര്യം സാങ്ക്ടിറ്റി ഉണ്ടോ? വളരെ കൃത്യമായിട്ട് മറ്റുള്ള ഈ സംഘടനകളെ കൂടി അവരെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവരുടെ എതിർപ്പില്ലാതെ ഇത് മൊത്തമായിട്ട് വാരിക്കൂട്ടാനുള്ള ഒരു ഏർപ്പാടാണ്. അപ്പോൾ സത്യത്തിൽ ഇവർ പറ്റിക്കുന്ന സാധാരണ ജനങ്ങളെ മാത്രമല്ല, ഈ CSR ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ മാത്രമല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ബാക്കിയുള്ള സംഘടനകളുണ്ടല്ലോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, അവരുടെ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ കോൺഫെഡറേഷൻ്റെ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതൊന്നും അറിഞ്ഞില്ല. ഇതിൽ പെടുന്ന ആളുകൾ, ഇപ്പോൾ നേരത്തെ ബിന്ദുവിൻ്റെ കാര്യം പോലും പറഞ്ഞു, അതിനും സനോജ് പറഞ്ഞ മറുപടി എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മുടെ മന്ത്രിമാരുടെ ഭരണപരമായ ചുമതലയല്ല കാണുന്നതിന് മുഴുവൻ പോയിട്ട് കല്ലിടുകയോ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ, പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അധികാരത്തിന് ഇടനാഴികൾ വരുന്ന അവതാരങ്ങൾ, അതേപോലെ ഇത്തരത്തിലുള്ള ആളുകൾ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുകിൽ ഫോട്ടോ എടുക്കുന്നു, അതവർ കച്ചവടമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിൻ്റെ ക്ഷണിക്കുന്നു, അവരെ വിശ്വാസ്യത ഉണ്ടാക്കുന്നു. ബിന്ദു പോയൊരു കാര്യം ഈ കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിശ്വാസ്യത വീണ് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിന് സനോജ് ആ രീതിയിൽ മറുപടി പറഞ്ഞില്ല. ആ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ വലിയൊരു മറയുണ്ട്, അത് ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞു.